ഈ ഇലക്ഷനെ കുറിച്ച് ചില കാര്യങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ കണ്ടു മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഈ വരാൻ പോകുന്ന 5 കൊല്ലം ഏറ്റവും നല്ല അവസരമാണ് BJP NDAക്ക് നമ്മളെ വോട്ട് വർദ്ധിക്കാനും വോട്ട് ഷെയറും പൊളിറ്റിക്കൽ ഫുട്പ്രിന്റ് വർദ്ധിക്കാൻ. അതിന്റെ കാരണം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, CPM LDFന് ഇനി ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തിന് ഇനി മാൻഡേറ്റ് കിട്ടില്ല. അത് എന്തുകൊണ്ട് ഞാനിങ്ങനെ ഇത്ര ഒരു കോൺഫിഡൻസ് കൊണ്ട് പറയുന്നു? 2014 UPA സർക്കാർ 10 കൊല്ലം ഭരിച്ച് നാടിനെ നശിപ്പിച്ചപ്പോൾ ജനങ്ങൾ തീരുമാനിച്ചത് എന്താണ്? ഇന്ത്യൻ ജനങ്ങൾ ഇനി കോൺഗ്രസിന് ഇവിടെ കൊണ്ടുവരരുത്, അവരുടെ പ്രീണനം, അവരുടെ അഴിമതി ഇനി നമുക്ക് ഈ ഇന്ത്യയിൽ ആവശ്യമില്ല. അതുകൊണ്ടാണ് 14 മുതൽ 14, 19, 24 ബീഹാർ, മഹാരാഷ്ട്ര, ആസാം, എത്രയോ രാജ്യത്ത് നമുക്ക് കിട്ടുന്ന മാൻഡേറ്റ്, പ്രോ ഇൻകംബൻസി മാൻഡേറ്റും ആന്റി കോൺഗ്രസ് മാൻഡേറ്റ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നു. അപ്പൊ 10 കൊല്ലം അവർ നശിപ്പിച്ചു, ജനങ്ങൾ തീരുമാനിച്ചു ഇനി കോൺഗ്രസ് ഞങ്ങളുടെ ഒരു ഓൾട്ടർനേറ്റീവ് അല്ല, കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാൻ പാടില്ല, സർക്കാർ കൊണ്ടുവരാൻ പാടില്ല. 3 ഇലക്ഷൻ സൈക്കിൾ കഴിഞ്ഞിട്ടും കോൺഗ്രസിന് ഇന്ത്യ ഭരിക്കാൻ ജനങ്ങൾ അവസരം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ 10 കൊല്ലം CPM ഭരിച്ചു, നശിപ്പിച്ചു. അതിനെക്കുറിച്ച് അസംബ്ലിയിൽ MLA കുറെ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കും. ഇനി CPM ഭരിക്കുന്ന സാധ്യത ഒരു മൊട്ട പൂജ്യമാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കും. പക്ഷേ ആ സ്പേസ്, ആ പൊളിറ്റിക്കൽ സ്പേസ് പിടിക്കേണ്ടത് BJP NDA ആണ്. ഇത് കൃത്യമായി മനസ്സിലാക്കണം. പക്ഷെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ കയ്യിൽ നിന്നും വരില്ല. അതിനുവേണ്ടി അടുത്ത വരുന്ന കാലങ്ങൾ, മാസങ്ങൾ അധ്വാനിക്കണം. അതിനൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടാക്കണം, ലോക്കൽ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യണം, ലോക്കൽ ഇഷ്യൂസ് പിടിക്കണം.